ഫ്രാൻസിൽ വരുന്ന വെള്ളിയാഴ്ച ഒളിമ്പിക്സ് തുടങ്ങാനിരിക്കെ ഇസ്രായേലിന്റെ ഒളിമ്പിക്സ് പ്രതിനിധി സംഘത്തെ സ്വീകരിക്കരുതെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാകുന്നു. ഫ്രാൻസിലെ ഇടതുപക്ഷ നിയമസഭാ അംഗങ്ങളാണ് ഇത് സംബന്ധിച്ച് പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. La délégation israélienne n'est pas la bienvenue à Paris. Les sportifs israéliens ne sont pas les bienvenus aux Jeux Olympiques à Paris. Et il faut utiliser cette échéance, tous les leviers que nous avons pour créer des mobilisations. പാരീസിൽ കഴിഞ്ഞ ദിവസം നടന്ന പ്രതിഷേധത്തിനിടെ ലാ ഫ്രാൻസ് ഇൻസൗമിസ് അഥവാ LFIയുടെ അംഗമായ തോമസ് പോർട്ടസ് ആയിരുന്നു വിവാദ പരാമർശം നടത്തിയത്. ഇതുകൂടാതെ നിരവധി ഇടതുപക്ഷ നിയമസഭാ അംഗങ്ങളും ഇതിനെ പിന്തുണയ്ക്കുകയും ചെയ്തു. റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ പേരിൽ റഷ്യയെ ഒളിമ്പിക്സിൽ നിന്നും മാറ്റി നിർത്തിയിരിക്കുന്നത് പോലെ ഗാസയിലെ യുദ്ധക്കുറ്റങ്ങളുടെ പേരിൽ ഇസ്രായേലിനെയും ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നതിൽ നിന്നും മാറ്റി നിർത്തണം എന്ന ആവശ്യമാണ് ഇവർ ഉയർത്തുന്നത്. ഇസ്രായേലിന്റെ പതാകയും ദേശീയഗാനവും ഒളിമ്പിക്സ് ഗെയിംസിൽ ഉണ്ടാകാൻ പാടില്ലെന്നും ഇവർ ആവശ്യപ്പെടുന്നു. ഗാസ ഇസ്രായേൽ സംഘർഷത്തിന്റെ തുടക്കം മുതൽ LFI അംഗങ്ങൾ ഗാസയെയും ഹമാസ് തീവ്രവാദികളെയും പരസ്യമായി പിന്തുണയ്ക്കുന്ന നിലപാടുകളായിരുന്നു സ്വീകരിച്ച് വന്നിരുന്നത്. ഫ്രാൻസിൽ പാരീസിന്റെ പലയിടങ്ങളിലും ഇത് സംബന്ധിച്ചുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. അതേസമയം 26-ാം തീയതി ഒളിമ്പിക്സിന് തുടക്കം കുറിക്കുമെന്നിരിക്കെ 24 മണിക്കൂറും കനത്ത സുരക്ഷയാണ് ഇസ്രായേലിൽ നിന്നുള്ള അംഗങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സുരക്ഷയുടെ കാര്യത്തിൽ ഇസ്രായേലും തൃപ്തരാണെന്നും അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റിയും വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക്, ഷകീന ന്യൂസ്.